പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ കാര്യങ്ങൾ ഭംഗിയായി നടന്നു എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. സന്തോഷത്തോടെ തിരികെ സാഗർ എത്തിയതിനെ തുടർന്ന് എന്തായി സാഗർ കാര്യങ്ങൾ? പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചോ? എന്ത് പ്രശ്നം? എല്ലാതും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. ഒരു പ്രശ്നവും ഉണ്ടായില്ല. കൺമണിയുടെ ഡിസൈൻ അവർക്ക് വളരെയധികം ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഇനി ഒന്നും ഈ കാര്യത്തിൽ പേടിക്കാനില്ല എന്നതാണ് സത്യം. നമ്മുടെ കമ്പനി മുന്നിലേക്ക് തന്നെ പോകും. ഞാൻ പറഞ്ഞില്ലേ, കൺമണി നമ്മളെ ചതിക്കുകയില്ല. അവൾ നമ്മുടെ കൂടെ തന്നെ ഉള്ളത് നമുക്കൊരു ബലം തന്നെയാണ്. ഇത് കേൾക്കുകയാണ് ഇപ്പോൾ അവിടേക്ക് കടന്നു വരുന്ന മാനസ. ഇതോടെ മാനസയ്ക്ക് വാശി കൂടുന്നു. ഇതിനെല്ലാം ഞാൻ പ്രതികാരം ചെയ്യും. ഈ സാഗർ ചിരിച്ചത് കരയിപ്പിക്കും. എന്നെ പുറത്താക്കാനുള്ള ധൈര്യം ഇനി അവർക്ക് ഉണ്ടാകില്ല. കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് പുതിയ തീരുമാനവുമായി മുന്നിലേക്ക് പോകാൻ അവസാന വിജയം തയ്യാറായിരിക്കുകയാണ് തന്നെയായിരിക്കും. ഇപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഈ ഒരു നിലപാട് എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പദ്ധതികളെ. ഇപ്പോൾ അവൾ ഇതേ സമയം സുജയ്ക്കും ഈ കാര്യം കേട്ട് സന്തോഷമാകുന്ന വിധം കൺമണിയോട് ഇപ്പോഴും അത്ര തൃപ്തി വരുന്നില്ല. കാര്യങ്ങൾ നടക്കുന്നില്ല എന്നത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കും എന്ന് ഇപ്പോഴെങ്കിലും അവരെ നേരിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും. വരുണിനെ ഫോൺ ചെയ്യാൻ തീരുമാനം എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയം വരുണിന്റെ ജീവിതത്തിൽ ഇപ്പോഴും അപ്രതീക്ഷിതമായ നമ്മുടെ പിന്നാലെ തന്നെയാണല്ലോ വരികയാണ്. വരുണിനോട് എത്രയും പെട്ടെന്ന് തന്നെ സ്ഥലം കാലിയാക്കണം എന്ന് ഗൂഗിൾ ആവശ്യപ്പെടുന്നു. നീ ഒന്ന് പോട ചെറുക്ക. നിന്റെ ഭീഷണി കേട്ട് ഞാൻ നിലനിൽക്കുമെന്ന് കരുതിയോ? അതിന് വേറെ ആളെ നോക്കണം. അതുകൊണ്ട് തന്നെയാണ് നിന്റെ ഭീഷണിക്ക് വഴങ്ങില്ല. ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന് എന്നുള്ള കാര്യം നീ വിവരം അറിയും. നീ പോട ചെറുക്ക എന്ന് പറഞ്ഞത് വരുണിനെ ഒന്ന് പോയി കണ്ടാലോ? ചെയ്തതിനെ വഷളാകുമോ? പിന്നിലേക്ക് പോകാൻ ഗോകുലം തയ്യാറാകുന്നില്ല എനിക്കുള്ളൂ. ഇതോടെ പിടിവലിയാവുകയാണ് അവിടെ. കാര്യങ്ങൾ വഷളായതിനെ തുടർന്ന് പിടിച്ചു മാറ്റാൻ ധനലക്ഷ്മിയും അമ്മായിമാരും വരുന്നു. ഇതെല്ലാം കണ്ടു നിന്ന കൃഷ് വരുണിനെ കാണുന്നതിനായി കൺമണിയുടെ അച്ഛന് നെഞ്ചുവേദന അനുഭവപ്പെടുകയാണ്. ഇതോടെ എല്ലാവരും വരുണിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് എങ്ങനെ സഹായിക്കുന്നുണ്ട് നീയും മുതലായ ചോദ്യങ്ങൾ നടത്തുന്ന ബാക്കിയാവുകയാണ്. ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ മറന്നു. തൽക്കാലത്തേക്ക് ഞാൻ പറഞ്ഞില്ല, ഭീഷണിയൊന്നും ഞാൻ എന്നെ ചിലവാവില്ല. നീ എന്നെ അങ്ങ് പറ്റിച്ച് എന്ന് പറഞ്ഞ് കടന്നുകളയാൻ പോകുന്നു. അതിന് ഒരിക്കലും അനുവദിക്കില്ല. SIയെ പിടിച്ച് നല്ല ഇടി ഇടിച്ചിരിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള വേളത്തരവുമായി വന്നാൽ നീ വിവരമറിയും മോനെ. നമുക്ക് ജീവനോടെ പുറത്തു പോകില്ല. ഇത് സായിബ പറയുന്നത് മനസ്സിലായോ? ഇതുകൊണ്ട് ആകെ എന്നാ ശരി. വേദനയോട് നിൽക്കുന്ന SIയും നേരിട്ട് തന്നെ കാണാം. കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇനിയും ജീവനങ്ങൾ എടുക്കുകയാണ്, ബാക്കിയാവുകയാണ്. ഇനി ഇതിനിടയിൽ വിജയം ആഘോഷിക്കുകയാണ് കൃഷ്ണങ്കിൽ. കൺമണിയെ ചെന്ന് കണ്ട് കെട്ടിപ്പിടിക്കുന്ന കൃഷ്ണ കൺമണി ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുകയും ഇതേ സമയം വരുണിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പൂളിലേക്ക് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അപ്രതീക്ഷിതമായ ധനലക്ഷ്മിയുടെ ഈ ഭാവമാറ്റം ഉമ്മ വയ്ക്കാൻ തയ്യാറാവുകയാണ്. വരുണിനെ എവിടേക്കും ഞാനുണ്ടാകും എന്നുള്ള ഉറപ്പും. സബ്സ്ക്രൈബ്.